നമ്മുടെ രാജ്യത്തിൻ്റെ സമൂഹത്തിൽ നിന്നോ വേറിട്ട് നിൽക്കാതെ അത് കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിലൂടെ വിശ്വാസത്തിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായിട്ട് സമുദായത്തിൻ്റെതായ ആചാരങ്ങളെ മാറ്റിയെടുക്കാൻ നാം ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്നും നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ സമുദായത്തിന് പ്രസക്തി ഉണ്ടാവും. അവർ അറിയപ്പെടാത്ത ഒരു വിഭാഗമായിരിക്കുകയില്ല. ആർക്കും ആകർഷണീയമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ അനുഷ്ഠാനത്തിന് എല്ലാവരെയും പ്രേരിപ്പിക്കുകയും നമ്മുടെ വിശ്വാസത്തിൻ്റെ പഴമയ്ക്ക് സാക്ഷികളാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വിദേശത്താണെന്ന് വെച്ച് നമ്മുടെ പഴമ കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റിക്കളയാൻ പാടില്ല. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൂടെ പ്രകാശിതമാകുന്ന വിശ്വാസത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ആ വിശ്വാസം, ആചാരങ്ങൾ ഇല്ലാതായതോടുകൂടി വിശ്വാസം ഇല്ലാതാകാൻ പാടില്ല. അപ്പോൾ ആചാരങ്ങൾ നിലനിർത്തണം. അതോടൊപ്പം തന്നെ നമ്മളുടെ തനിമ, ഈ തനിമയിലൂടെ, ഈ ജീവിത തനിമയിലൂടെ, ഈ സാംസ്കാരിക തനിമയിലൂടെ നമ്മുടെ വിശ്വാസവും അതിൽ ഉൾച്ചേർന്ന് ആ വിശ്വാസത്തിന് കൂടുതൽ പൊലിമ നൽകാൻ ഈ വിദേശ രാജ്യത്ത് പോലും നമുക്ക് സാധിക്കും. അത്തരത്തിൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ് എന്ന് പറയാതെ വയ്യ. എപ്പോഴും ഞാൻ പിതാവുമായിട്ട് സ്വകാര്യമായി സംസാരിച്ചപ്പോൾ അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നുപോയ, എൻ്റെ മനസ്സിലിരുന്നത് അറിയാതെ പുറത്ത് പറഞ്ഞു പോയതാണ്. സമൂഹത്തിൽ ഈ കുവൈറ്റിലെ സഭയോട് നിശബ്ദമായിട്ട് സഹകരിക്കുകയും ഏത് കാര്യത്തിനും സഭയുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് പിതാവിനറിയാം, കമീലോ പിതാവിനറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ആ പാരമ്പര്യത്തിൽ ആകുമ്പോൾ വിദേശത്താണെങ്കിലും നമുക്ക് അനന്യതാ ബോധം ഉണ്ടാവുകയില്ല, നമ്മൾ അന്യരാണെന്ന ബോധം ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന ബോധം നമുക്കൊരു വശത്ത്, മറുവശത്ത് നമ്മുടേതായ തനിമയിലൂടെ പ്രകാശിതമാകുന്ന വിശ്വാസം, അതിൻ്റെ ശോഭ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ സംഘടനയ്ക്കും ഈ സമുദായത്തിനും ഇതിൻ്റെ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഈ കനാനായ സമൂഹത്തിനാകമാനവും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കാരണം ജാനുവരി മാസം 22-ാം തീയതി ഇന്ന് ആകുമ്പോഴും ക്രിസ്മസ് സെലിബ്രേഷനിലും ന്യൂ ഇയർ സെലിബ്രേഷനിലും സംബന്ധിക്കുവാനായിട്ട് ഭാഗ്യം ലഭിക്കുന്നത് നമ്മുടെ ദേശത്ത് മാറി പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണല്ലോ എന്നോർത്ത് ഏറെ സന്തോഷവും അഭിമാനവും കൊള്ളുകയാണ്. ഏകദേശം 10 മാസം കഴിയുന്നു ഞാൻ കുവൈറ്റിൽ വന്നിട്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വരുന്നതിന് ഭാഗ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. കാരണം ഇന്ന് മറ്റ് 2 പരിപാടികൾ കൂടി സംബന്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. KMCയുടെ പരിപാടിക്കും ഇതുപോലെ ആശംസ അർപ്പിക്കണം എന്ന് KMCയുടെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യം ഇതാകട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് അഹമ്മദിയിൽ ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛനെ അവിടുത്തെ പാരിഷ് പ്രീസ്റ്റായിട്ട് ഉയർത്തുന്ന ചടങ്ങിലും സംബന്ധിക്കുവാനായിട്ട് അഭിമന്യ പിതാവ് പ്രത്യേകം ക്ഷണിച്ചിരുന്നു. എങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ വന്നപ്പോൾ ഇവിടെ സ്വീകരണം നൽകിയപ്പോൾ അഭിമന്യ പിതാവ് ജീവനെ പറ്റി പറഞ്ഞത് വളരെ വ്യക്തമായി ശക്തമായ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കാരണം നാട്ടിലെ ജീവനെല്ലാം ഇങ്ങു പോരുന്നു, ഇവിടെയാണ് ഇപ്പോൾ ജീവൻ. അത് നിങ്ങളുടെ ആദ്യം വിശിഷ്ടാദികളെ സ്വീകരിച്ച, നട പറഞ്ഞ് സ്വീകരിച്ച ആ പ്രത്യേകമായ പരിപാടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇത്ര ശ്വാസം പിടിച്ച് ജീവൻ അത്രമാത്രം ഉണ്ടല്ലോ, ക്നാനായക്കാർക്ക് ഇത്രമാത്രം ശക്തമായ രീതിയിൽ ജീവനുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛൻ അഭിമന്യ പിതാവിനോട് സൂചിപ്പിച്ചതുപോലെ പ്രശ്നക്കാരില്ലാത്തൊരു സമൂഹമാണ് ക്നാനായക്കാരെന്ന്
എനിക്കും അത് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ വിവിധ സമൂഹങ്ങളുള്ളപ്പോൾ ഒരിക്കലും സ്ഥാനത്തേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു സമൂഹം, കനാനായ സമൂഹം എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആരാണ് വലിയവനെന്ന് ഈശോ തമ്പുരാൻ്റെ ശിഷ്യന്മാർ പരസ്പരം ചിന്തിച്ച് ചോദിച്ചപ്പോൾ, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും ശുശ്രൂഷകനുമാകണമെന്നുള്ള ആ വലിയ തിരുവചനം നിങ്ങൾ അതേപടി അനർത്ഥമാക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഭാരവാഹികളായിട്ട്, പ്രത്യേകിച്ച് പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ടൊക്കെ കടന്നു വരുവാനായിട്ട് ആളുകൾ ഇല്ല, സ്ഥാനത്തേക്ക് കടന്നു വരാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും അവിടെയും അധികാരത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. അതോടൊപ്പം തന്നെ പാരമ്പര്യത്തിലൂന്നി ആത്മീയതയിലുള്ള ഒരു വളർച്ച മാത്രമാണ്, സൈലൻ്റായിട്ട് രൂപതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അതിൽ ഏറെ സന്തോഷിക്കുന്നു, പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നലെ അഭിമന്യ പിതാവ് സിറോ മലങ്കര സഭയുടെ കുർബാന മധ്യേ അഭിമന്യ പിതാവിനെ ക്ഷണിച്ചിരുന്നു. അഭിമന്യ പിതാവ് അവിടെ കടന്നു വരികയും ചെയ്തു. വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗങ്ങൾ അഭിമന്യ പിതാവ് ചൊല്ലി അവസാനം കൈമത്തോടുകൂടി, അഭിമന്യ പിതാവിൻ്റെ കൈമത്തോടുകൂടിയാണ് സമാപിപ്പിച്ചത് വിശുദ്ധ കുർബാനയും ഇന്നലത്തെ ശുശ്രൂഷയും. അനന്തരം അവിടെ വെച്ച് മലങ്കരക്കാരോട് സൂചിപ്പിക്കുകയുണ്ടായി, വളരെ കൃത്യമായി വളരെ ഭംഗിയായിട്ട് മലങ്കര കുർബാന ചെല്ലുവാനായിട്ട് അഭിമന്യ പിതാവിന് കഴിഞ്ഞല്ലോ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, സിറോ മലങ്കര സഭയിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികർ, അതോടൊപ്പം തന്നെ ഇടവകകൾ അഭിമന്യ പിതാവിൻ്റെ കീഴിലുണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അഭിമന്യ പിതാവ് സിറോ മലങ്കര ക്രമത്തിലും വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട്, അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ സിറോ മലങ്കരയിലേക്കും നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യന്, ഞാൻ മലങ്കര മേജർ സെമിനാരിയിൽ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ശമാശന്മാർ കനാനായ സമൂഹത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ കനാനായ സമൂഹത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹം ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അസോസിയേഷനേക്കാൾ ഉപരിയായി ഒരു പാരമ്പര്യം, ഒരു വലിയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന സമൂഹം എന്ന നിലയിൽ വളരെ ശക്തമായി നിങ്ങൾ കുവൈറ്റിൽ നിലകൊള്ളുന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു, പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തനിമയും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഏറെ ശക്തമായ രീതിയിൽ രൂപതയോട് ചേർന്നുകൊണ്ട്, എന്നാൽ